തമന്ന അപ്പോൾ 25 പേരിൽ നിന്ന് ഒരാളായിട്ട് വന്നിരിക്കുകയാണ്. പട്ടുമാൽ എന്നൊരു പറയുന്ന വലിയൊരു പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ ഒരു റിയാലിറ്റി ഷോ ആണ്, മ്യൂസിക് റിയാലിറ്റി ഷോ ആണ്. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ 25 പേരിൽ ഒരാളായി നിൽക്കുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത്? അഭിമാനം തോന്നുന്നുണ്ട്. ഭയങ്കര ഹാപ്പിയാണ് കിട്ടിയതിൽ. 25 പേരിൽ ഒരാളാവാൻ കഴിഞ്ഞതിൽ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇനി വലിയൊരു പ്ലേബാക്ക് സിംഗറായിട്ട് പട്ടുമാലിലൂടെ തന്നെ വന്നൊരു വേദിയിൽ കിട്ടിയതിൽ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇനി അടുത്ത ഓഡീഷൻ, ഫൈനൽ ഓഡീഷന് പോവാണ്. കോൺഫിഡന്റ് അല്ലേ? കോൺഫിഡന്റ് ആണ്. അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റും, നല്ലപോലെ പാടും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. തമന്ന എവിടെ നിന്നാണ്? ഞാൻ മലപ്പുറം പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ. നമ്മുടെ ബൈപ്പാസിലൊക്കെ നമ്മുടെ ഹൈവേയിൽ NH തിരക്ക് വരുമ്പം ഞങ്ങൾ സ്ഥിരം സഞ്ചരിക്കുന്ന ഒരു വഴിയാണ് കോഴിക്കോടേക്ക് പോകാൻ, തൃശ്ശൂരിൽ നിന്നൊക്കെ. അപ്പോൾ പെരിന്തൽമണ്ണ എവിടെയാണ് മക്കള്? പെരിന്തൽമണ്ണ പട്ടിക്കാട്. യെസ്. എന്ത് ചെയ്യുന്നു മക്കള്? ഇപ്പോൾ എന്ത് ചെയ്യുന്നു? 10th പഠിക്കുകയാണ്. 10th ക്ലാസ്സിൽ പഠിക്കുന്നു. ഓക്കെ. വീട്ടിൽ ഉമ്മ, അപ്പ, 2 അനിയന്മാര്. ഉപ്പ തന്നെ വിളിക്കുക അല്ലേ? ചിലർ ഉമ്മച്ചി ഉപ്പച്ചി എന്നൊക്കെ വിളിക്കുക. 2 സഹോദരങ്ങളുണ്ടല്ലേ? ആദ്യത്തെ പാട്ട് നല്ല ആദ്യത്തെ പാട്ട് നമ്മുടെ ഇതിലല്ല, നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് എങ്ങനെ പാടാൻ കഴിയുന്നു, അങ്ങനെ പെർഫോം ചെയ്യാൻ കഴിയുന്ന പാട്ട് ആദ്യം പാട്. ത്വായിഫ് നഗരിതൻ തരിവണൽ പോലും തേങ്ങിക്കരഞ്ഞിരുന്നു, താരിളം കാറ്റും താരകലോകവും നൊന്ത് കരഞ്ഞിരുന്നു. ത്വായിഫ് നഗരിതൻ തരിവണൽ പോലും തേങ്ങിക്കരഞ്ഞിരുന്നു, താരിളം കാറ്റും താരകലോകവും നൊന്ത് കരഞ്ഞിരുന്നു. സത്യമതത്തിൻ്റെ സന്ദേശമരുളാൻ എത്തിയ മുത്ത് റസൂലിനെ, സത്യമതത്തിൻ്റെ സന്ദേശമരുളാൻ എത്തിയ മുത്ത് റസൂലിനെ, പാപികൾ ത്വായിഫ് വാസികളെന്ന് ഭ്രാന്തനെന്നൂതി പരിഹസിച്ചു, കല്ലാലറിഞ്ഞു ശിരസാകെ പൊട്ടി, ചുടുചോര മണ്ണിൽ ചൊരിഞ്ഞു വീണു. തിരുമേനി വാടി തളർന്നു വീണു. ത്വായിഫ് നഗരിതൻ തരിവണൽ പോലും തേങ്ങിക്കരഞ്ഞിരുന്നു, താരിളം കാറ്റും താരകലോകവും നൊന്ത് കരഞ്ഞിരുന്നു. നല്ല സാഡ് സോങ്. ഇതുപോലെ സാഡ് സോങ് പാടി കൊള്ളാം. ഇതിലും ചില സംഗതികളുടെ പ്രയോഗത്തിൽ പ്രശ്നങ്ങളുണ്ട്. ഒരു പാട്ട്, ഒരു ഫിലിം സോങ് പാടും. ഫിലിം സോങ് ഒരല്പം ലൈറ്റ് മ്യൂസിക് ആയിട്ടുള്ള, ഇത്തിരി ലൈറ്റ് മ്യൂസിക് ആയിട്ടുള്ള. മാനത്തെ മാരിക്കുറുമ്പ് പറ്റൂ? നല്ലതാ. മാനത്തെ പഠിക്കുക. അനുപല്ലവിയും തുടയ്ക്കുക. ശ്രുതി കേട്ടിട്ട് കേട്ടോ ഉള്ളല്ലേ പാടിയത്. നമുക്കൊരു ചടുല സംഗീതത്തിലേക്ക് ഒരു ട്രൈ. പറക്കും തളികത്തെ പാട്ട് പാടട്ടെ? പാട്ട് ഏതാ? പറക്കും തളിക ഇത് മനുഷ്യരെ കറക്കും തളിക, വെടികഠാര വെടിപട. അല്ലേ മക്കളെ? അത് കൊള്ളാം. അത് കറക്റ്റ് പാടിയത് നന്നാവും അല്ലേ? നോക്കാം. പറക്കും തളിക ഇത് മനുഷ്യരെ കറക്കും തളിക, വടികഠാര വെടിപടഹമോടെ ജനമിടി തുടങ്ങി മകനെ, കട്ടുകഠോര കുടുശകടമാണ് ശനി ശരണമാര് ശിവനെ, ഗതികെട്ടൊരു വട്ടനു ബീറപ്പൊട്ടനൊരിട്ടം വന്നതുപോലെ ഇതാ ഈ നൊസ്സുകാരൻ ഒരു ബസ് വാങ്ങിയതൊരസല് സംഭവമായി. പറക്കും തളിക ഇത് മനുഷ്യരെ കറക്കും തളിക. ഓക്കെ മോളെ, ഓക്കെ. ഇത് അടുത്ത ശ്രുതിയിലൊന്ന് പിടിച്ചോളൂ.
യെസ്. പാടത്തെ. പറക്കും തളിക ഇതു മനുഷ്യരെ കറക്കും തളിക, വട്ടിക്കഠാര വെടി പടഹമോട് ജനമിടി തുടങ്ങി മകനെ, കട്ടുകഠോര കുടു ശകടമാണ് ശനി ശരണമാര് ശിവരെ, ഗതികെട്ടൊരു വട്ടനു പീറപ്പൊട്ടനൊരിട്ടം വന്നതുപോലെ ഈ നൊസ്സുകാരനൊരു ബസ് വാങ്ങിയതൊരസല് സംഭവമായി. പറക്കും തളിക ഇത് മനുഷ്യരെ കറക്കും തളിക. ഒരു നോട്ട് കൂടി നോക്ക്. അടുത്ത നോട്ടില് പറക്കും തളിക. അങ്ങനെ ഓക്കെ. പാടമക്കളെ നന്നാവും നന്നാവും. പറക്കും തളിക ഇത് മനുഷ്യരെ കറക്കും തളിക, വട്ടിക്കഠാര വെടി പടഹമോട് ജനമിടി തുടങ്ങി മകനെ, കട്ടുകഠോര കുടു ശകടമാണ് ശനി ശരണമാര് ശിവനെ, ഗതികെട്ടൊരു വട്ടനു പീറപ്പൊട്ടനൊരിട്ടം വന്നതുപോലെ ഈ നൊസ്സുകാരനൊരു ബസ് വാങ്ങിയതൊരസല് സംഭവമായി. പറക്കും തളിക ഇത് മനുഷ്യരെ കറക്കും തളിക. പടക്കപ്പലാണോടാ എലിപ്പെട്ടിയാണോടാ, സ്കെലിട്ടൻ ചിരിക്കും പോലെ ചിലമ്പുന്ന മോന്തായം, മഴച്ചാറ്റലേറ്റാലും കടൽ കാറ്റ് കൊണ്ടാലും ഇരുമ്പിൻ തുരുമ്പെന്നാലും ഇതാണെന്റെ കൊട്ടാരം. പട്ടിണി മാറ്റാൻ നെട്ടോട്ടം ഈ പട്ടണ നടുവിൽ പടയോട്ടം, പട്ടിണി മാറ്റാൻ നെട്ടോട്ടം ഈ പട്ടണ നടുവിൽ പടയോട്ടം, പാപികളായി പല പാരപരാക്രമ വീരമോടെ വരവായി. മക്കളെ ഇതല്ല ഒറിജിനൽ ആണ് നമുക്ക് ശ്രമിക്കണ്ടേ. അതിനല്ലേ നിങ്ങളെ ഇവിടെ ഇങ്ങനത്തെ പ്രോഗ്രാംസൊക്കെ വെച്ചേക്കണതിനല്ലേ. പറഞ്ഞ 3 ശ്രുതിക്കും പാടിയല്ലേ. അല്ല ഞാൻ ഹാപ്പിയാണ്, ഇഷ്ടപ്പെട്ടു. സാധാരണഗതിയിൽ ഇപ്പം നമ്മളൊരു പാട്ട് അടുത്ത ഒരു ശ്രുതിയിലൂടെ പാടിക്കും, വീണ്ടും അടുത്ത ശ്രുതിയിലൂടെ പാടിച്ച് നോക്കിയതാണ്. കൊള്ളാം, ഓക്കെയാണ്, ഹാപ്പിയാണ്. ഞാൻ പറയണ സമയത്ത് വേറൊരു കാര്യം ചെയ്തു തരണം. ഞാൻ പറയാം, കണ്ണടച്ചെന്നേ, നേരെ തിരിഞ്ഞ് കണ്ണ് തുറന്നേ. യു ആർ സെലക്റ്റഡ്. നമുക്ക് പൊളിക്കാം. ഇനി അങ്ങോട്ട് പോണ പോക്കില്ലേ നമുക്കിനി കുറച്ച് പാട്ടുകളൊക്കെ പാടി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്, പറഞ്ഞു തരും. എന്താ പറയുക, അപ്രതീക്ഷിതമായിട്ട് ആദ്യത്തെ 1-2 പാട്ട് പാടിയപ്പോഴും എന്നെ അങ്ങനെ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷേ എങ്ങനെയും നമുക്ക് ഒരു സിംഗറിനെ ഏത് രീതിയിലും പാടിക്കാം എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് വന്നു കഴിഞ്ഞാണല്ലോ, പിന്നെ നമ്മൾ അങ്ങനെ ഒരു സിംഗറിനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ സിംഗറിനെ വെച്ച് നമ്മൾ പല കാര്യങ്ങളും പാട്ടിലൂടെ ഒരു ആശയവിനിമയം നടത്തും പാട്ടിലൂടെ. അതിന് മക്കൾ ഓക്കെയാണ്, ആ വിഷയത്തിൽ ഞങ്ങൾ ഹാപ്പിയാണ്. ഓക്കെ, നമുക്ക് വിളിക്കാം.